ഫ്രണ്ടാന്ന് പറഞ്ഞത് പീച്ച് ഒരു പരിപാടി ഇനി ഒരു സഞ്ചി അവിടെ ഡ്രസ്സുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഈവനിങ് ഒഴിഞ്ഞിരുന്ന് വേണം കാണാൻ വേണ്ടിട്ട്. അപ്പൊ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഇന്നേ വരെ കമന്റ് ഇട്ട് പ്രോത്സാഹിപ്പിക്കുന്ന സ്വന്തം ഓഫീസിന്റെ ഫ്രണ്ടാ ഈ നേരമായി ഇവിടെ ഒന്നിങ്ങനെ കിടക്കാറുണ്ട് കേട്ടോ. ഇവിടുന്ന് ഇവിടെ ഓറഞ്ച് പിഴിഞ്ഞ സർബത്ത് ഉണ്ടോന്നാ ചോദിക്കാം. ഓറഞ്ച് കുലുക്കി സങ്കടം വരുമ്പോഴൊക്കെ നമ്മുടെ വീഡിയോ കാണുമ്പോഴൊക്കെ സങ്കടം ഈ വരുന്നത് ഇങ്ങനെ ഒരു ഒത്തുകൂടലായിരുന്നു. ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പം നമ്മൾ ഇന്ന് വീണ്ടും തിരൂർ പോകാനുള്ള ഒരുക്കത്തിലാണ് കേട്ടോ. ഇത് ലാസ്റ്റത്തെ വീക്കെൻഡാണ്. ഇനി ഉണ്ടാവില്ല. ഇനി അടുത്ത ശനി ഞായറും ഇൻഷാ അല്ലാഹ് ഷൈത്തും ഇമ്മച്ചിയും കുട്ടിയും ഒക്കെ നമ്മളെ വീട്ടിലേക്ക് വരും കേട്ടോ. അപ്പൊ ഇനിയൊരു തിരുവൽപ്പൊക്കെ ഉണ്ടാവില്ല. ഇത് ഭയങ്കര രസമായിരുന്നു. കാരണം ഇപ്പം കുറെ ആയിട്ട് വീക്കെൻഡ് ആകുമ്പോഴത്തേനും നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാം. പ്രാവശ്യം പോകണ്ടേ, ഷൈത്തായ കണ്ട്, ബേബിനെ കാണണ്ടേ, ഇമ്മച്ചിനെ കാണണ്ടേ എന്നൊക്കെയുള്ള എല്ലാവരുടെയും കൂടി നല്ല രസമാണല്ലോ അവിടെ, അളിയനും ഷെഫ് കുട്ടിനും ഒക്കെ ആയിട്ട്. അപ്പം എന്തായാലും ആ ഒരു ടൈം എന്തായാലും മിസ് ചെയ്യും കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം എന്തായാലും ലാസ്റ്റത്തെ പോക്കാണ്. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ കേട്ടോ. ഇന്ന് ഞാൻ കുറച്ച് നേരത്തെയാണ് പോണത്. ഇന്ന് എനിക്ക് കുറച്ച് ഫോട്ടോഷൂട്ട് എടുക്കാനുണ്ട്. കുറച്ച് ഡ്രസ്സുകൾ കലിസ്റ്റയുടെ കുറച്ച് ഡ്രസ്സിന്റെ ഫോട്ടോഷൂട്ടുകൾ ഉണ്ട് കേട്ടോ. അപ്പം അതിനിങ്ങനെ ഫുൾ ഷെഫ് കുട്ടിന് അല്ലെങ്കിൽ ഉണ്ണിമോൻ ഇവർ രണ്ടാളും പിന്നാലെ ഇറങ്ങുന്നുണ്ട് എനിക്ക് വേണേ. അപ്പൊ ഇവരുടെ ഉണ്ണിമോൻ എന്തായാലും കുറച്ച് ഫോട്ടോ എടുത്ത് തരാറുണ്ട്. അവൻ കാലിക്കറ്റ് പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞിരുന്നു രാവിലെ തന്നെ. അപ്പം ഞാൻ അവന്റെ കൂടെ പോകാമെന്നാട്ടോ വിചാരിച്ചത്. കാലിക്കറ്റ് പോകുന്ന വഴി നല്ല ലൊക്കേഷൻസ് ഒക്കെ ഉണ്ടാവില്ല. അപ്പം അവനെ കൊണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുപ്പിക്കാം എന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിനുള്ള ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ കാലിക്കറ്റാണ് പോണെന്ന് പറഞ്ഞപ്പോഴേ ഈ ചൂട്ടിന് കുറെ ആയി പറയണു. അതായത് മിസ്സുമാരൊക്കെ ഇങ്ങനെ പറയാറുണ്ട് അവരെ പുതിയ ഓഫീസ് തുറന്നിട്ടുണ്ട് ഇന്റർവെലിന്റെ. അപ്പം ഇസൂട്ടൻ കുറെ ആയി പറഞ്ഞു, മിസ് പറഞ്ഞിട്ടുണ്ട് എനിക്ക് അവിടെ ഇന്റർവെലിന്റെ പുതിയ സ്ഥലത്ത് പോകണം എന്നൊക്കെ അവൻ എപ്പോഴും പറയലുണ്ട് കേട്ടോ. അപ്പം ഞാനും കണ്ടിട്ടുണ്ട് അവരുടെ ഇനോഗ്രേഷന്. ഇപ്പൊ ഈ November 14 തോന്നുന്നു ഇനോഗ്രേഷൻ ഉണ്ടായിരുന്നത്. അപ്പം അത് അവിടുത്തെ എല്ലാ സ്റ്റാഫും കൂടെ ഒക്കെ ഒരുമിച്ച് നിന്നിട്ടൊക്കെ ഇനോഗ്രേറ്റ് ചെയ്യണ വീഡിയോയും ഫോട്ടോസ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടപ്പോൾ എനിക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. ഒന്ന് പോണം, അവിടെ എങ്ങനെയാന്ന് കാണണം എന്നൊക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇവനാണെങ്കിൽ എന്നും പറയും, ക്ലാസ് കഴിഞ്ഞപ്പോ എന്ന് പറയും, മമ്മ പുതിയ ഇന്റർവെല്ലിന്റെ സ്കൂളിലേക്ക് പോയോണ്ട് ചിലത് സ്കൂളാണെന്നാണ് കേട്ടോ. അപ്പം അങ്ങോട്ട് ഒന്ന് പോണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അവനെയും കൂടി കൂട്ടാന്ന് വിചാരിച്ചു. അപ്പൊ ഞാനും ഇസുട്ടനും ഉണ്ണിമന്റെ കൂടെ ആദ്യം പോവാണ് കേട്ടോ. പിന്നെ വാപ്പി അസുട്ടിന് കുറച്ച് കഴിയുമ്പോൾ അവര് നേരെ തിരൂർക്ക് വരികയാണ് ചെയ്യുക. ഞങ്ങൾ ഇവിടെ പോയിട്ടാണ് തിരൂര് പോകുന്നത്. ഓക്കെ, അപ്പൊ പോകുന്ന വഴിക്ക് ഇന്റർവെല്ലിന്റെ ഓഫീസിലൂടെ പോകണമെന്നുണ്ട്. നോക്കി നോക്കട്ടെ. അപ്പൊ എന്തായാലും ആദ്യം വേഗം പാക്കിങ് ചെയ്യട്ടെ കേട്ടോ. പാക്കിംഗ് ഒക്കെ ഒരുവിധം ഞാൻ എല്ലാതും എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാര്യമായിട്ട് കുറച്ച് ഡ്രസ്സുകൾ കൊണ്ടുപോകാനുണ്ട് ഫോട്ടോഷൂട്ടിനുള്ള. ഇപ്പൊ ഉണ്ണിമോനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പിന്നെ അവിടെ പോയിട്ട് സാറ്റർഡേ സൺഡേ ആണല്ലോ ഷെഫ് കൊണ്ടിന് കൈകാലൊക്കെ പിടിച്ച് കുറച്ച് വേറെയും ചെയ്യാനുണ്ട്. അപ്പൊ ഇതൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. അപ്പം ഇതാണ് ഇന്ന് ഇടാൻ പോകുന്ന ചുരിദാർ. നല്ല ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ള നല്ല കളർ കോമ്പിനേഷനുള്ള ഒരു ചുരിദാറാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ ഒരുപാട് കലിസ്റ്റയുടെ ഡിസൈൻസ് ഉണ്ട്, ഇനി വരാൻ പോകുന്നുണ്ട്. പെരുന്നാളിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ചെക്ക് ചെയ്ത് നോക്കൊണ്ടു കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇതൊക്കെ ഇട്ട് വേഗം ഒരുങ്ങട്ടെ. ഉണ്ണിക്കുട്ടൻ നേരത്തെ വരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിങ്ങനെ മാപ്പൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പോയത്. അപ്പൊ ഇങ്ങനെ പോയി വരുമ്പോഴേ ഇത് പരിചയമുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പൊ നോക്കുമ്പോൾ അരീക്കോടാണ് കേട്ടോ. അരീക്കോട് എന്ന് പറഞ്ഞാൽ ഇക്കാടെ ഉമ്മാന്റെ വീട് അരീക്കോടാണ്. അപ്പൊ ഞങ്ങൾ സ്ഥിരം പോവാറുള്ള സ്ഥലമാണ്. പക്ഷെ അവിടെ ഒന്നും പോവാനുള്ള ടൈം കിട്ടിയില്ല കേട്ടോ. അവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ടയർഡായിട്ടുണ്ടായിരുന്നു മോർണിംഗ്. അപ്പോൾ ഒന്ന് ജ്യൂസൊക്കെ കുടിച്ച് ഫ്രഷ് ആയതിനു ശേഷമാണ് നമ്മൾ ഇന്റർവെല്ലിന്റെ ഓഫീസിൽ പോയത് കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഒരു വട്ടം കോഴിക്കോട് ഫെസിനിൽ പോകുന്ന സമയത്ത് ഇന്റർവെല്ലിന്റെ ഒരു ഓഫീസ് കണ്ടപ്പോൾ തൊട്ട് ഇത് തുടങ്ങിയതാണ്. അവനക്ക് ഇവിടെ പോയേ പറ്റും, അമ്മ ഇന്റർവെല്ലിന്റെ അങ്ങോട്ട് പോവാ. അവന്റെ വിചാരം ഇതാണ് അതിന്റെ സ്കൂളാണെന്നാണ് കേട്ടോ. പിന്നെ കൂടെ ഷെമീസിന്റെ വീഡിയോ കൂടി കണ്ടപ്പോൾ പിന്നെ ഇസോക്ക് ഇവിടെ വന്നേ പറ്റുള്ളൂ. അപ്പൊ ഞാൻ എന്തായാലും ജൂലിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഇങ്ങനെ വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടെന്ന്. ഇതാണ് കേട്ടോ ജൂലി നമ്മൾ ഇന്റർവെല്ലിന്റെ എന്ത് ആവശ്യത്തിന് വേണ്ടി വിളിച്ചാലും അപ്പൊ തന്നെ നമുക്ക് റെസ്പോണ്ട് ചെയ്ത് സൊല്യൂഷൻ ഉണ്ടാക്കി തരുന്ന ആളാണ്. അപ്പൊ ആളോട് ഞാൻ പറഞ്ഞപ്പം അവരും നമ്മളെ എക്സ്പെക്ട് ചെയ്ത് നിൽക്കായിരുന്നു കേട്ടോ. പിന്നെ ഇത് മിസ്റ്റർ അസ്ല ആണ്. അസ്ല വൺ ഓഫ് ദ കോ ഫൗണ്ടർ ആണ് ടീം ഇന്റർവെല്ലിന്റെ. വേറെയും ഡയറക്ടേഴ്സ് ഉണ്ട് കേട്ടോ. അവരൊരു മീറ്റിംഗ് നടക്കുന്നതുകൊണ്ട് അപ്പൊ കാണാൻ പറ്റിയില്ല. അപ്പൊ ഞാൻ എന്തായാലും ഓഫീസ് മുഴുവൻ ചുറ്റി കണ്ടു കേട്ടോ. ബിൻസി ഉണ്ടായിരുന്നു കൂടെ. എല്ലാ ഡിപ്പാർട്ട്മെന്റും എല്ലാ സ്റ്റാഫ്സിനും ഒക്കെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ നിങ്ങൾക്ക് കൂടി എന്തെങ്കിലും ഷെയർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ഇന്റർവെല്ലിന്റെ ഒരു ഓൺലൈൻ ട്യൂഷൻ എപ്പോഴും എൻ്റെ വീഡിയോയിൽ കാണിക്കാറുണ്ട് മക്കൾ പഠിക്കുന്നതുകൊണ്ട്. അപ്പം അത് കണ്ടിട്ട് ഒരുപാട് പേരൻസ് ഇതുപോലെ ഇന്റർവെല്ലിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് എപ്പോഴും എൻക്വയറി വരാറുള്ളൊരു കാര്യം ഇന്റർവെൽ ട്യൂഷനെ പറ്റിയിട്ടുള്ളതാണ്. അപ്പം അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് ഈ ഒരു ടീം ഇന്റർവെൽ എന്ന് പറയുമ്പോൾ എത്ര വലിയൊരു യൂണിറ്റ് ആണ്, അതിന്റെ പുറകിൽ എത്രമാത്രം വർക്ക് നടക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം അവരും എന്നോട് അതന്നെ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് അവർക്ക് ആദ്യം ഈ അരീക്കോട് തന്നെയായിരുന്നു അവരുടെ ഓഫീസ് ഉണ്ടായിരുന്നത്. സ്റ്റാർട്ടിങ്ങിൽ വെറും 25 സ്റ്റാഫുള്ള ഒരു ചെറിയ ഓഫീസായിരുന്നു. പിന്നെ ഒരു 2 വർഷത്തിനുള്ളിൽ തന്നെ
അത്രയും വലിയ ഗ്രോത്ത് ആണ്. അത് 250 പരം ഓഫ്ലൈൻ സ്റ്റാഫുകൾ തന്നെ അവർക്ക് ഇപ്പൊ ഉണ്ട്. പിന്നെ ഇവരുടെ ഒരു പുതിയ ഓഫീസിന്റെ ഇനോഗ്രേഷൻ ഇപ്പൊ ഈ കഴിഞ്ഞ November 14 ചിൽഡ്രൻസ് ഡേയുടെ അന്നായിരുന്നു കേട്ടോ. അപ്പം അത് തന്നെ ഇവരെല്ലാ സ്റ്റാഫുകളും കൂടി ഒരുമിച്ചൊക്കെയാണ് ഇനോഗ്രേറ്റ് ചെയ്തത്. അത് കാണാൻ തന്നെ നല്ല രസമായിരുന്നു. ഇവരുടെ ടീം ഇന്റർവെല്ലിന്റെ ഇൻസ്റ്റഗ്രാം പേജിലൊക്കെ ആ വീഡിയോസും ഫോട്ടോസും ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഭയങ്കര രസമായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഇവരുടെ ഒരു ഗ്രോത്ത് ഒക്കെ കാണുമ്പോഴേ നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം നമ്മളും ഈ ഇന്റർവെല്ലിന്റെ പാർട്ടാണല്ലോ എന്നുള്ളത് ഭയങ്കര ഒരു പ്രൗഡാണ് കേട്ടോ. പിന്നെ പ്രത്യേകം പറയേണ്ട ഒരു പോയിന്റ് വുമൺ എംപവർമെന്റ് എന്നുള്ളതാണ് കേട്ടോ. അത് ശരിക്കും ഇവിടെയാണ്. കാരണം ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കാണ് ഇവിടെ ജോലികൾ കൊടുത്തിട്ടുള്ളത്. ഇപ്പം ഈ ഒരു ഓഫ്ലൈൻ സ്റ്റാഫുകളാണെങ്കിലും ഒരു 70% സ്ത്രീകളാണ്. അതുപോലെ തന്നെ ഇവരുടെ ഓൺലൈൻ ട്യൂട്ടേഴ്സ് ആണെങ്കിലും 4000 പരം സ്ത്രീകൾക്കാണ് ഇവർ ജോലി കൊടുത്തിട്ടുള്ളത്. അതായത് പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് അവരുടെ ടീച്ചിങ് പ്രൊഫഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പം അത് ശരിക്കും ഭയങ്കര അടിപൊളിയാണ്. കാരണം വീട്ടിലിരുന്നു കൊണ്ട് തന്നെ സ്ത്രീകൾക്ക് വർക്ക് ചെയ്യാനും കൂടി പറ്റുന്ന ഒരു സിറ്റുവേഷൻ കൂടി അവർ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം അതും ഈ ടീം ഇന്റർവെൽ എന്ന് പറഞ്ഞ സ്ഥാപനത്തിന് വലിയൊരു പ്രത്യേകതയാണ് കേട്ടോ. ഇപ്പൊ ഇവരുടെ ടീച്ചർ ട്രെയിനിങ് കോഴ്സ് ആയിട്ടുള്ള ECPC കോഴ്സ് ഞാനും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അതിലൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്റെ വീഡിയോയിൽ. അതായത് എത്ര ഈസി ആയിട്ടാണ് അവർ നമ്മളെ പഠിപ്പിക്കുകയും അതായത് ഓരോ കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നതൊക്കെ നല്ല കൃത്യമായിട്ട് പറഞ്ഞു തരുന്നത് നമ്മളെ ഒരു ഭയങ്കര ട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചറാക്കും. 1 വർഷത്തെ കോഴ്സാണ്. അതും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ പഠിച്ചിട്ട് ടീച്ചർ ആവാനുള്ള അവസരമാണ് കേട്ടോ. അപ്പം അതിന്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഞാൻ അവിടെ നിന്ന് കണ്ടു. അപ്പം ആ ഒരു ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. കോഴ്സിൽ ഒന്നാമത് നമുക്ക് ടീച്ചറാകുന്നതിനൊക്കെ കൂടുതലേ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയൊക്കെ കുറെ നമുക്ക് തന്നെ മനസ്സിലാവും. എങ്ങനെ മാനേജ് ചെയ്യേണ്ടതൊക്കെ കുറെ ട്രിക്സ് ഒക്കെ മനസ്സിലാവും. ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും എല്ലാം നല്ല ഫ്രണ്ട്ലി ആയിട്ട് തന്നെ പഠിപ്പിക്കുന്നതുകൊണ്ട് നമുക്കും ഭയങ്കര ഇഷ്ടം. പഠിക്കാൻ നല്ല ഡിഫിക്കൽട്ടീസ് തോന്നുന്നു. ഡൈസിന്റെ ക്ലാസ്സസ് ഇഷ്ടമാണോ? ടീച്ചർ ഉഷാറാണോ? സൂപ്പറാണോ? ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്നുണ്ടോ? വർക്ക്ഷീറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടോ? ടീച്ചേഴ്സ് നല്ല കമ്പനിയാണ് ടീച്ചറായിട്ടൊക്കെ. പിന്നെ ആക്ടിവിറ്റീസ് ചെയ്യാനും അത് ഭയങ്കര ഇഷ്ടമാണ്. ഇന്റർവെല്ലിന്റെ ട്യൂഷൻ ടൈം വന്നാൽ പിന്നെ നമ്മൾ വിളിക്കേണ്ട ആവശ്യമില്ല, ഓട്ടോമാറ്റിക്കലി വരും. നിനക്ക് ഇഷ്ടമല്ലേ ക്ലാസ് ഇന്റർവെല്ലിന്റെ? പിന്നെ ഇവിടെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. എങ്ങനെയാണ് അപ്പൊ മിസ്സിന് ഇവിടെ വന്നാൽ കാണുമെന്നാണ് ചോദിച്ചത്. അവന്റെ വിചാരം അവന്റെ മിസ്സുമാർ അവർ ഈസുവിന്റെ ലിറ്റിൽ ജീനയുടെ ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ ചോദിക്കായിരുന്നു കേട്ടോ. അപ്പൊ അതിനുശേഷം പിന്നെ ഞങ്ങൾ ബാക്കിയുള്ള ഡിപ്പാർട്ട്മെന്റ്സും എല്ലാം നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല രസമാണ് ഇവരുടെ ഒരു വർക്ക് കൾച്ചർ കാണാൻ വേണ്ടിയിട്ട്. അതായത് ഇവരുടെ ഒരു ഫാമിലി പോലെയാണ് കേട്ടോ. ഇപ്പം ഇൻസ്റ്റാഗ്രാമിൽ തന്നെ ഇവരെ ഗ്രോ വിത്ത് ഇന്റർവെൽ എന്നൊരു പേജിൽ തന്നെ കാണാൻ ഇവരുടെ ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഭയങ്കര രസമാണ് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇവിടുത്തെ എംപ്ലോയീസിനെല്ലാം ഇവർ തന്നെയാണ് കേട്ടോ. ഇത് കമ്പനി തന്നെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇവിടുത്തെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെന്റ് ആയ OG ഡിപ്പാർട്ട്മെന്റ് ഒന്ന് പരിചയപ്പെടാം കേട്ടോ. 70ഓളം വരുന്ന സ്ത്രീകളാണ് ഇവിടുത്തെ സ്റ്റാഫായിട്ടുള്ളത്. ഇവരുടെ ഒരു ജോലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുട്ടിനെ ഇന്റർവ്യൂവിൽ ചേർന്ന സമയത്ത് അവർ ഡയറക്റ്റ് ആയിട്ട് ഒരു കോഴ്സിന് അഡ്മിറ്റ് ചെയ്യാറില്ല. ആദ്യം കുട്ടിക്ക് ഒരു അസസ്മെന്റ് ടെസ്റ്റ് കൊടുക്കും. അതായത് കുട്ടിക്ക് എന്തൊക്കെ സ്കില്ലുകളുണ്ട്, എന്തൊക്കെ കഴിവുകളുണ്ട്, അക്കാദമിക്കലി എന്തൊക്കെ വീക്ക് ഉണ്ട്, ഇതെല്ലാം ഒന്ന് അനലൈസ് ചെയ്തതിനു ശേഷം ആ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ളൊരു കോഴ്സ് കൊടുക്കാൻ വേണ്ടി സഹായിക്കുന്ന കൗൺസിലേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഇപ്പൊ പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ആ കുട്ടിക്ക് വേണ്ട പ്രോപ്പർ ആയിട്ടുള്ളൊരു കോഴ്സാണ് അവർ പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ അതിന് ഇവിടെ ഇത്രയും വലിയൊരു വിങ് തന്നെ ഇവർ സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരുടെ ക്ലാസ് റൂം കോഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ LKG മുതൽ +2 വരെയുള്ള കുട്ടികൾക്കുള്ള സിലബസ് ഓറിയന്റഡ് അക്കാദമിക്കൽ ട്യൂഷൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാ സിലബസിലും ഇപ്പം CBSE ആയിക്കോട്ടെ, കേരള സിലബസ് ആയിക്കോട്ടെ, എല്ലാ സിലബസിലുള്ള കുട്ടികൾക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ട്യൂട്ടേഴ്സിനൊക്കെ മാനേജ് ചെയ്യും ഡീൽ ഒക്കെ ചെയ്യുന്ന വിങ് ആണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ അവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിന്റെ കോഴ്സസ് ഉണ്ട് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയ ആളുകൾക്ക് വരെ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിപ്പിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പം ആ ട്യൂട്ടേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണിത്. നെക്സ്റ്റ് ഇവരുടെ ഫൗണ്ടേഷൻ കോഴ്സിന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. അതായത് ചില കുട്ടികൾക്ക് ഇപ്പോഴും എഴുതാനോ വായിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടാവില്ല. ചിലപ്പോൾ ലാംഗ്വേജസിൽ ഇംഗ്ലീഷ്, ഹിന്ദി, അറബി പോലുള്ള ലാംഗ്വേജുകളൊക്കെ വായിക്കാനും എഴുതാനും വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവർ ഫൗണ്ടേഷൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആ ട്യൂട്ടേഴ്സിനൊക്കെ മാനേജ് ചെയ്യും, അവരുടെ ക്ലാസ്സിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യും, അവരൊക്കെ ഡീൽ ചെയ്യുകയും ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ ഇത്. അങ്ങനെ എല്ലാത്തിനും ഇവർക്ക് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കേട്ടോ. അതായത് ഇവരുടെ ട്യൂട്ടേഴ്സ് എല്ലാം വേൾഡ് വൈഡ് ആയിട്ടാണ്. അവരെല്ലാം ഇവിടെ ഇരുന്നു കൊണ്ട് മാനേജ് ചെയ്യാണ് ഇവരുടെ ഒക്കെ ജോലി. അപ്പം ഇത് നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. കാരണം പിന്നെ ഭയങ്കര സന്തോഷം തോന്നിട്ടോ. കാരണം നമ്മുടെ കുട്ടികളുടെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് അവരിതിന്റെ പിന്നിൽ എത്രമാത്രം വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ടീച്ചേഴ്സിന്റെ ഒക്കെ ക്വാളിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഇരിക്കുന്നത്. അതായത് ഇവർ ആ ക്ലാസ് എങ്ങനെ കൊടുക്കുന്നു, പ്രോപ്പറായിട്ട് കൊടുക്കുന്നുണ്ടോ, ഇതെല്ലാം നോക്കാൻ വേണ്ടിയിട്ടാണ് ഇവരെല്ലാം ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഇവിടെ ഇരുന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കുട്ടിക്ക് അത്രയും നല്ലൊരു സ്റ്റഡീസ് ആണ് ഇവർ എൻഷുർ ചെയ്യുന്നത്. അപ്പം അത് നേരിട്ട് വന്ന് കണ്ടപ്പോൾ
കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് തന്നെയാണ് ഇത് നിങ്ങൾക്ക് കൂടി കാണിച്ചു തരണം, ഇന്റർവെല്ലിന്റെ ഒരു ക്വാളിറ്റി എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾക്ക് കൂടി മനസ്സിലാക്കി തരണം എന്ന് തോന്നിയതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെ ഓരോരോ ഡിപ്പാർട്ട്മെന്റ് കേട്ടോ എല്ലാം നല്ല ക്രിയേറ്റീവായിട്ട് ഇന്റീരിയർ ചെയ്ത് നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് നമ്മളുടെ ജൂലിയുടെയും ബിൻസിയുടെ ഒക്കെ ഡിപ്പാർട്ട്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ സ്റ്റാഫ്സിന്റെ ഒക്കെ ഫുഡ് കഴിക്കാനുള്ള ഏരിയയും അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്ഥലത്ത്, അതായത് എല്ലാവരും ബ്രേക്ക് ടൈമിൽ അവർ വന്ന് ഫുഡൊക്കെ കഴിക്കുന്ന ഇടമാണ്. അതും നല്ല സൂപ്പർ ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇവരുടെ എംപ്ലോയീസിനെല്ലാം ഒരു ഫാമിലി ആയിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ആംബിയൻസും ഇവരോട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ മന്ത്ലി ഇവർക്ക് ഈ അപ്രിസിയേഷൻ പ്രോഗ്രാംസ്, കൾച്ചറൽ പ്രോഗ്രാംസ്, അങ്ങനെ ഒരുപാട് എൻഗേജ്മെന്റ് പ്രോഗ്രാംസ് എല്ലാം ഉണ്ടാവും. ഇപ്പൊ ലാസ്റ്റ് ഇവരുടെ ഒരു ആനിവേഴ്സറി ഒക്കെ നല്ല അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തിരുന്നു. ഇതിന്റെയൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഞാൻ ഇവരുടെ ഇൻസ്റ്റഗ്രാമിൽ കാണുന്നതാണ് കേട്ടോ. എന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇവിടെ വന്നിട്ട് ഇതൊക്കെ നേരിട്ട് അറിയാൻ പറ്റിയതിൽ. ഇപ്പൊ അവരെന്നെ പറയായിരുന്നു അരീക്കോട് 25ഓളം സ്റ്റാഫുകൾ വെച്ചിട്ടാണ് ആദ്യം ഇന്റർവെൽ എന്ന ഈ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പൊ ഒരു 2 വർഷം കൊണ്ട് ഇന്റർവെൽ ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര വലുതാണ് കേട്ടോ. അതായത് ഇപ്പൊ 250ഓളം ഓഫ്ലൈൻ സ്റ്റാഫുകളും 4000-ൽ പരം ഓൺലൈൻ സ്റ്റാഫുകളുമാണ് ഇന്ന് ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് അച്ചീവ്മെന്റ്സ് പെയ്ഡ് ആയിട്ട് ഇന്റർവെല്ലിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ വർഷത്തെ ഫിൻലാൻഡിലേക്ക് സെലക്ട് ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇന്ത്യയിലെ ഏക കമ്പനി ഇന്റർവെൽ ആണ് കേട്ടോ. അത് കേട്ടപ്പോൾ ഭയങ്കര പ്രൗഡായി. അതുപോലെ ഈ വർഷത്തെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ സെലക്ട് ചെയ്തിട്ടുള്ള ബെസ്റ്റ് 23 സ്റ്റാർട്ടപ്പുകളിൽ ഒന്ന് ഇന്റർവെല്ലിന്റേതാണ് കേട്ടോ. പിന്നെ ഇപ്പൊ ലാസ്റ്റ് IIM മുംബൈയിൽ നിന്ന് ബെസ്റ്റ് സ്റ്റാർട്ടപ്പിനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായിട്ട് ഇന്റർവെല്ലിന്റെ ആ ഒരു എന്താ പറയുക സക്സസ്ഫുൾ ജേർണി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ 30ഓളം രാജ്യങ്ങളിലാണ് കേട്ടോ ഇവരുടെ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനിയും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ തന്നെയാണ് നമ്മൾ വിഷ് ചെയ്യുന്നത്. കാരണം നമ്മളും ഇന്റർവെല്ലിന്റെ ഒരു ഭാഗമാണല്ലോ. അപ്പം നമ്മളുടെ വീഡിയോസ് കണ്ടിട്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഇവിടെ കുട്ടികൾ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ കുട്ടികൾ അഡ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന എല്ലാ പാരന്റ്സിനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമായി. ഞാൻ ഇങ്ങോട്ട് വരണം എന്ന് കുറെ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ ഇത്രയും അടിപൊളിയാവും എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് ശരിക്കും മനസ്സിലായത് കേട്ടോ. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയായി എല്ലാവരെയും കണ്ട്. ഇനിയിപ്പോൾ തിരിച്ചു പോവാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി അവർ ഒരുപാട് നിർബന്ധിച്ചു കേട്ടോ. പക്ഷെ ഞങ്ങൾക്ക് ഇനി പോയിട്ട് ഇവിടുന്ന് പോയിട്ട് വേണം പിന്നെ തിരൂര് ഷൈത്താൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഫുഡൊന്നും കഴിക്കാൻ നിന്നില്ല. അപ്പം ഒരുപാട് സന്തോഷത്തോടെ എന്തായാലും എല്ലാവരോടും ബൈ പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. പോകുന്ന വഴിക്ക് അങ്ങനെ കുറച്ച് നല്ല സ്ഥലത്ത് നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നു കേട്ടോ ഉണ്ണിമോൻ. അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല, കാരണം നല്ല തിരക്കിലാണ്. ഇനി അപ്പോൾ തന്നെ ഞങ്ങൾ തിരൂരെത്തണ്ടേ, അങ്ങനെ ഫുള്ള് തിരക്കിലായിരുന്നു. എന്തായാലും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കഴിഞ്ഞു. ബാക്കി ഇനി ലല്ലബേന്ന് ഷെഫ് കുട്ടിനെ കൊണ്ട് എടുപ്പിക്കാം. അപ്പോൾ എന്തായാലും വാപ്പയും ആ സുട്ടിനൊക്കെ നേരെ അങ്ങോട്ട് തിരൂര് വരാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റിട്ടോ, ഒന്ന് മേലേക്ക് ഡ്രസ്സൊക്കെ മാറ്റി. ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് വന്നത്. ഇവിടെ എത്തിയപ്പോൾ ലഞ്ചിന്റെ ടൈമായി. അപ്പൊ ഇനി അടുത്തത് ലഞ്ച് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നോക്കട്ടെ. പുതിയ ട്രെൻഡ് ഇറക്കിക്കാണ് ചെറിയ വേഗം കൊട്ടിനെ മൂടിക്കാന്ന് ഒരു പ്രൊട്ടക്ഷനാ നോക്ക്. അങ്ങനെ വയറുമേ തൊടാൻ പറ്റില്ല കേട്ടോ, കാല് കൈ ഓൺലി കൊടുക്കുന്നു. പക്ഷെ ഇതാണ് സത്യം. 24 hours 23 hours ഇറങ്ങും. 1 മണിക്കൂറുള്ള എണീറ്റിരിക്കുന്ന സമയം അപ്പോഴാണുള്ളത്. വെറും 20 മിനിറ്റ് ഞങ്ങൾ കാണുന്നുള്ളൂ കേട്ടോ. ബാക്കി അസുഖ നിദ്രയിലാണ് ഇവിടെ കണ്ടോ. ആരൊക്കെ അപ്പുറത്തിട്ട് ഒരു കുലുക്കല്ല. എന്താ ഗിഫ്റ്റുകൾ ഉണ്ടല്ലേ, അതിന്റെ ആ സാധനങ്ങൾ ആ കവറൊന്നും എടുക്കോ. അതിന്റെ ഇടയ്ക്ക് കുറെ കൂട്ടുകാർ വന്ന് പോയിട്ടോ. ഞാൻ അതിന്റെ ഫുഡ് ഓർഡർ ചെയ്യാൻ മറക്കണ്ട. അപ്പത്തിന് വേറെ റൂട്ട് തെളിഞ്ഞു പോകും. ഇതാണ് പൊടിയും അവിടുന്ന് കഴിക്കാം. ഒരു ഉണ്ടാക്കിയത് തോന്നുന്നുണ്ട്. അടിപൊളി. നെയ്സസ്വളുടെ ചാനലിന്റെ പേര് ഹൈ ഉണ്ടാക്കി ടോപ്പ്. ഇത് വെറൈറ്റി ആയിട്ടുണ്ട്. അതുണ്ട് ബോണ്ട് നമുക്ക് ചെറുത് തോന്നുന്നുണ്ടല്ലേ. 90 ആവേണ്ടി വരും അല്ലേ. ഷൂവും ബാബാ ഉടുപ്പ്. ഞങ്ങൾ മെയിൻ പരിപാടികൾ ഇനി ഒരു സഞ്ചി അവിടെ ഡ്രസ്സുകൾ കിടക്കുന്നുണ്ട് കേട്ടോ. ഈവനിങ് ഒഴിഞ്ഞിട്ട് വേണം കാണാൻ വേണ്ടിട്ട് ഈ ആഴ്ചത്തെ മുഴുവൻ ഗിഫ്റ്റുകളും. കൂടെ കളിക്കാനും ഫ്രണ്ട്ഷിപ്പ് കട്ട് ചെയ്യേണ്ടി വരും. ഫ്രണ്ടാന്ന് പറഞ്ഞത് പീച്ച് ഒരു പരിവാക്കുമല്ലോ. വെറുതെ അമ്മച്ചി വരാത്ത വീട്ടിക്ക് അമ്മച്ചിക്ക് ഇപ്പന്നേ നമുക്ക് മന്തിതൊക്കെ ആയപ്പോതാ ഇമ്മാക്ക് പാപ്പൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്ത ഫിഷൊക്കെ ഉണ്ടാവും. വിത്ത് സാലഡാണ്. ഒരു ഉപ്പേരിയും കറിയും ഫിഷ് ഫ്രൈ ഒക്കെ ഉണ്ട്. പരിപാടി കഴിഞ്ഞ ബക്കറ്റ് ഈ ഒരു ബക്കറ്റ്
അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ. എന്നതും പോലെ ഇവിടുത്തെ മന്തി ചിക്കൻ മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എന്തായാലും അത് കഴിച്ച് കഴിഞ്ഞു. ഇനി കുറച്ചു നേരം റെസ്റ്റ് എടുക്കട്ടെ. ഞങ്ങന്മാർ ഇവിടെ ഫോൺ കണ്ടു കിടക്കുക. അവർക്കൊന്നും വേറെ കൂട്ടുകാരൊന്നും ഇല്ല. റെസ്റ്റ് എടുക്കട്ടെ എന്നൊക്കെ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. റെസ്റ്റ് എടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ശനി ഞായറും കൂടി അല്ലേ, നമ്മളെ യാമിക്കുട്ടിനെ കാണാൻ വേണ്ടി ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാർ വരുന്ന ദിവസങ്ങളാണ്. അപ്പോൾ എന്തായാലും അതായിരുന്നു പിന്നത്തെ പരിപാടി. എന്റെ പേരെന്താ? ഷെൻസിയോ? നീ ഷെഫ് കാക്കനെ കണ്ടിട്ട് എന്നിട്ട് ഭക്ഷണം കഴിച്ചത്? ഇപ്പൊ വലിയ കുട്ടിയായില്ലേ? അപ്പഴേ കൊറേ പേരിങ്ങനെ ഷൈത്താനെ കാണാൻ വരുന്നു പോകുന്നു. അതിന്റെ കൂട്ടത്തിൽ സ്പെഷ്യൽ ഒരാള് വന്നാണ് കേട്ടോ, മഞ്ഞക്കിളിയായിട്ട്. ഇവിടെ സൈഡില് ഒരു DP കാണിച്ചില്ല. അപ്പൊ അപ്പൊ ചാനൽ തുടങ്ങിയ സമയം തൊട്ട് ഇന്നേ വരെ കമന്റ് ഇട്ട് പ്രോത്സാഹിപ്പിക്കുന്ന സ്വന്തം പാത്തു. അതെ, ഈ DP കൊണ്ട് എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ ഒരു കമന്റ് കാണാൻ വന്നിട്ടാണ്. എന്നിട്ട് രണ്ടുപേർക്ക് പറയൂ. കമന്റിലൂടെ പലതും പറയാറുണ്ട്. എന്താണ് ഈവനിങ് സ്നാക്സ്? നെയ്വട ഉണ്ടായിരുന്നു നേരത്തെ. ആ ഒരു സ്ക്രബ് നെയ്വട അതെടുക്കാല്ലേ നമുക്ക്. അങ്ങനെ സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാരൊക്കെ വരുന്നതിന്റെ ഇടയിൽ ചെറിയ ഗ്യാപ്പിൽ ഞങ്ങൾ വേഗം ചായ പിടിക്കുന്നതാണ് കേട്ടോ. അപ്പം നല്ല ഉഴുന്നുവടയായിരുന്നു. ഷൈദക്ക് എന്തോ ചെറുപയറും ഒക്കെയുള്ള എന്തോ സംഭവങ്ങളൊക്കെ അവൾക്ക് അങ്ങനെ ഓരോ നേരത്ത് ഓരോരോ വെറൈറ്റികൾ കൊണ്ടുവരാറുണ്ട് കേട്ടോ എപ്പോഴും. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈവനിങ്ങിലുള്ള ടൈമിൽ നിന്ന് ബേബിനെ വെയിൽ കൊള്ളിക്കാറുണ്ട്. ഈവനിങ്ങും മോർണിംഗും വെച്ച് അവൾക്ക് മഞ്ഞൊന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്നാലും ഹെൽത്തി ആണെന്നല്ലേ പറയാം, ഒരു വൈറ്റമിൻ ഡിന്റെ. അപ്പം അങ്ങനെ അവളെ വെയിലൊക്കെ കൊള്ളിച്ചു കൊണ്ടുവന്നിക്കാണ് കേട്ടോ. നോക്കട്ടെ, ബേബിക്ക് കിട്ടിയ ഗിഫ്റ്റ് നോക്കട്ടെ. ഈ കുട്ടിക്കുപ്പായം കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല അടിപൊളി ഗിഫ്റ്റ്. ഓഫീസിന്റെ പുള്ളിക്കുപ്പായം ഉണ്ട്. ഇങ്ങനെ രണ്ടുടുപ്പല്ലേ, രസമുണ്ട്. മുട്ട് കുത്തും നമ്മള് വേഗം. ഓർഡർ ചെയ്യാണല്ലോ സാധനം തിന്നാന് കിട്ടിയ പിന്നെ ഫ്രണ്ടാ ഫ്രണ്ട് ബയ്യ ഫ്രണ്ട് അങ്ങനെ ഏകദേശം ഒരു മരുപ്പൊക്കെ കഴിഞ്ഞ് മരുനിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരിക്കുമ്പോൾ വെറുതെ ബർഗർ കഴിക്കാനൊരു കൊതിയായി. അപ്പോൾ ഷെഫ് കുട്ടൻ്റെ വക ഇന്ന് ബർഗർ ഉണ്ട് കേട്ടോ. ഇതൊക്കെ തന്നെയല്ലേ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ഞങ്ങളുടെ. അപ്പോഴേ അങ്ങനെ ഞങ്ങൾ ബർഗറൊക്കെ കഴിച്ചു. സെക്യൂരലി വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചപ്പോഴത്തേക്കും വന്നതിൻ്റെ ക്ഷീണത്തിൽ ഫുഡൊക്കെ കഴിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ എപ്പോഴും ഇമ്മ വൈകുന്നേരം ഈ നേരമായി ഇവിടെ ഒന്നിങ്ങനെ കിടക്കാറുണ്ട് കേട്ടോ. ഇവിടുന്ന് അത് കാണിച്ചാൽ ഇവിടുന്ന് നമ്മളുടെ ആ ഒരു EMS പാർക്ക് ഇങ്ങനെ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങനെ കാണാൻ നല്ല രസം. ഇമ്മ എപ്പോഴും വിചാരിച്ചത് അവിടെ നിന്ന് പോകണമെന്ന്. അപ്പൊ ഞങ്ങൾ വെറുതെ രാത്രി ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് വരാം. ഇപ്പൊ ഒരാഴ്ച കൂടെയല്ലേ ഉള്ളൂ ഇവിടെ. അപ്പൊ പിന്നെ നമുക്ക് ഇന്ന് നടക്കുമോ അല്ലേ പാർക്കില്? നമ്മള് പുറത്തേക്കൊണ്ട് പോകണല്ലോ അല്ലേ? മറ്റേ ഇരുവരിപ്പോഴും 10-20 ദിവസമായി. പക്ഷെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങില്ലല്ലോ. നല്ല ഭംഗിയുണ്ട്. അവിടുന്ന് നോക്കണ പോലെ തന്നെ രസമുണ്ട്. ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട്. കമന്റ്സിലും ചിലരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, EMS കമ്മ്യൂണിറ്റി പാർക്കിൽ നിങ്ങൾ പോയില്ലെന്നൊക്കെ. നല്ല രസമുണ്ട് അവിടെ. ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമുണ്ട്. ഒരുപാട് ഫാമിലീസ് ഉണ്ട്. കുട്ടികൾക്കൊക്കെ കളിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവിടെ ഈ ഫിഷ് സ്പാ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഉമ്മച്ചിക്ക് ഫസ്റ്റ് അത് കണ്ടപ്പോൾ ഉമ്മച്ചി എപ്പോഴും വയനാട് പോയപ്പോൾ അത് ചെയ്തിട്ടുണ്ട്. അപ്പം ഉമ്മച്ചിക്ക് എന്താ അത് വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കാശൊക്കെ കൊടുത്ത് പോയിരുന്നതാ. എവിടെ ഉമ്മച്ചിക്ക് തന്നെ ആകെ കൂടി ഇക്ലിയായിട്ട് വെയിച്ചില്ല. അത് കണ്ടപ്പോൾ പിന്നെ ഞാനും അതിനകത്തിരിക്കാൻ പോയില്ല കേട്ടോ. അപ്പാണ് ഇവിടുന്ന് അല്ലേ? അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. ഷൈത്ത രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു കേട്ടോ. നല്ല ഒഴിച്ചിലും ഒക്കെയുള്ള സ്റ്റീം ബാത്തൊക്കെ ഉള്ളതല്ലേ, അതൊക്കെ കഴിഞ്ഞ് വന്നു. പിന്നെ ബേബിനെ അവർ തന്നെയാണ് കേട്ടോ കുളിപ്പിക്കുക. നമ്മളുടെ ജെമീസ് സ്കിൻ കെയർ ഓയിൽ തന്നെയാണ് ബേബിക്കും തേച്ച് കൊടുക്കുക. അവൾക്ക് ജനിച്ചപ്പോൾ തൊട്ട് തന്നെയാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത്. അപ്പം ജെമീസ് സ്കിൻ്റെ പ്രൊഡക്ട്സ് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ പ്രമ്മച്ചിൻ്റെ തുണിയൊന്നും മുതലാക്കൂല്ലേ? ഇറങ്ങിയാണ് കുളിച്ച് ഫ്രഷായി. ടേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാറുള്ളൂ. ടേസ്റ്റ് ഉറപ്പ് വരുത്തിയിട്ട് പോണ പോക്കിലെ തള്ളു കാരണമാതിരി
ഇല്ല ചെക്ക് ചെയ്തിട്ട് ഞാൻ ധൈര്യമായിട്ട് കഴിക്കാം. ഒക്കെ ചെക്ക് ചെയ്തിട്ടാണ് എനിക്ക് ഓണം ഫേവറേറ്റ് ആയിട്ട് സാധനം അല്ലേ? ഈ നേരത്തെ മരുന്ന് കഞ്ഞി അങ്ങനെ കുറെ കഞ്ഞികളൊക്കെ വരും കേട്ടോ. അതിഷ്ടല്ല. ഉലുവച്ചോറിന്റെ ദിവസം എനിക്ക് ഇഷ്ടമാണ്. ഉലുവത് അല്ല ഉള്ളി ഉള്ളി തോമിച്ച് ചോറ് ഇതുള്ളപ്പോ സന്തോഷത്തോടെ കഴിക്കണം. ഇതിന്റെ കൂട്ടുകാരി അന്ന് സബ്സ്ക്രൈബർ കൂട്ടുകാരി കൊണ്ടുവന്ന അച്ചാറ് കഴിഞ്ഞിട്ടില്ല കേട്ടോ. ഓളിഞ്ഞ് ഇന്ന് ഈ വീഡിയോ കാണാണെങ്കിൽ കണ്ടോട്ടെ. ഇപ്പോഴും ഗോയിങ് ആണ് അവിടെ. സുഖമായി ഉറങ്ങാം, ഒന്ന് സുഖമായിരിക്കാം. പിന്നെ പൊരിയലൊക്കെ കഴിഞ്ഞ് സുഖമായി ആവിയൊക്കെ പിടിപ്പിക്കലൊക്കെ ഉണ്ടായിരുന്നു. നല്ല സ്റ്റീമിലൊക്കെ പുഴുങ്ങിയെടുത്ത് കൊടുന്നിക്കാണ്. നല്ല സുഖ ചികിത്സയിലാണ് ഇപ്പൊ. സുഖമൊക്കെ ഇപ്പൊ കഴിയൂട്ടോ. ഞാൻ 2ാം തീയതി ഞങ്ങൾ പോവാ. അതെ എന്റെ ബാക്കി ജ്യൂസ് കൊടുക്കും. അതെ ബാക്കി എനിക്ക് വാട്ടർമെലൺ ജ്യൂസാണ് കേട്ടോ. ഞാൻ വീഡിയോ കാണിച്ചപ്പോഴേ വീഡിയോയില് ഇതിന്റെ ബാഗ് കണ്ടപ്പോ ഒരാൾ കണ്ടുപിടിച്ചു. ഞങ്ങൾക്ക് മനസ്സിലായത് ഷെയ്താന്റെ ബാഗല്ലേന്ന്. അപ്പൊ അവര് വിചാരിച്ചിരിക്കുന്നത് ഇത് ഷെയ്താന്റെ ബാഗ് തന്നെ. അവൾക്കും ഇതേ കളർ ബാഗ് ഉണ്ട്. പക്ഷെ മുദ്ര അപ്പൊ കമന്റിന് റിപ്ലൈ കൊടുത്തിരുന്നു, മുദ്ര ശ്രദ്ധിക്കണം കേട്ടോ. ഞാനേതായാലും പ്രസവിച്ചെടുക്കില്ല. അച്ഛന്റെ ബാഗ് അടിച്ച് പറ്റിയെന്നൊക്കെ ജോലി വിചാരിക്കുന്നത്. ബാഗാണ് കുറെ ഓർഡർ ചെയ്തിരിക്കുന്നത്. കണ്ട ആർക്കായാലും പെട്ടെന്ന് തിരിച്ചറിയുന്നത്. അപ്പൊ നോക്കുമ്പോ കളറിൽ ചെറിയ വ്യത്യാസം. സേഫാ. പ്രസവം കഴിഞ്ഞാൽ ഈ ബാഗ് തന്നെ കാര്യട്ടോ. ഞാൻ അങ്ങനെ ബാഗ് മാറ്റി ആ ഗുളി കിട്ടിയോ? ഇത് എനിക്കപ്പൊ പയ്യക്കില്ലേ? അവിടെ എനിക്ക് പനി അത്ര. അതൊക്കെ ചോദിച്ചില്ലേ? ഞാൻ കുടിച്ചില്ലേ? നാരങ്ങനേക്കാളും ടേസ്റ്റ് എല്ലാവരും ഓറഞ്ച് പിഴിഞ്ഞിട്ടാണ്. ഓറഞ്ച് പിഴിഞ്ഞ സർബത്ത് ഉണ്ടോന്ന് ചോദിക്കാം. ഓറഞ്ച് കുലുക്കി, ഓറഞ്ച് കുലുക്കിയ കുട്ടി. ഇതിന് ഭയങ്കര സിബത്തുണ്ട്. മറ്റേ പിന്നെ എന്ത് കൊടുത്താലും കുടിച്ചോളൂ. ഹലോ, അങ്ങനെ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു, കുളിച്ചൊരുങ്ങി. വാപ്പ വന്നിട്ടുണ്ട്. വാപ്പ ഈവനിങ് ഞങ്ങൾക്ക് ഒരുമിച്ച് പോകേണ്ട വാപ്പ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുകയാണ്. ഡ്രസ്സ് ചെയ്ത് നിൽക്കണത് എന്താ വെച്ചാൽ ഒരു കുഞ്ഞു ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇൻസ്റ്റഗ്രാമിക്ക്. അപ്പം ആ ഷെഫ് കൂട്ടുണ്ടല്ലോ, ഷെഫ് കൂട്ടിനെ നിർബന്ധിച്ച് വിളിച്ചാലേ വരുള്ളൂ. അപ്പം ഷെഫ് കൂട്ടിനെ സോപ്പിട്ട് വശത്താക്കിയിട്ടുണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് കലിസ്റ്റന്റെ കുറച്ച് ഡിസൈൻസ് ആണ് കേട്ടോ. ഇങ്ങനെ ഫ്ലോറൽ പ്രിന്റ് ഉള്ള ചുരിദാർ പോലത്തെ സംഭവമാണ്, ചുരിദാറാണ്. അപ്പം ഞാൻ ഇതിന്റെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ കാണിച്ചുതരാം. ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകണം, ഫോട്ടോ ഉണ്ടാവും. അപ്പൊ ഈ ഒരു ഡ്രസ്സ് ഉണ്ട്. ഇതിന്റെ 3 ഒരേ കളർ ഷെയ്ഡുകൾ ഉണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഡിഫറെന്റ് പാറ്റേണിലുള്ള ഒരേ സ്റ്റൈലുള്ള ഡ്രസ്സ് അങ്ങനെ. അപ്പൊ അതിന്റെ ഒരു ഷൂട്ട് എടുക്കൊണ്ട് ഷെഫ് കോട്ടിനെ നിർബന്ധിച്ച് വിളിച്ചിട്ടുണ്ട്. അപ്പൊ റെഡി ആയിട്ട് കാണും. നോക്കട്ടെ, ഇവിടെ തന്നെ ലൊക്കേഷൻ ഉണ്ട്. അവിടെ ടെറസിലൊക്കെ നല്ല ലൊക്കേഷൻ ഉണ്ട്. പിന്നെ താഴത്തും നല്ല രസമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ചെക്കന് സോപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പോയിട്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് വരാം. ഓക്കെ. ഇത് 2ാമത്തെ ഡ്രസ്സാണ് കേട്ടോ. ഇതൊക്കെ ഞാനിവിടെ കൊടുക്കുക. ഷെഫ് കുട്ടൻ വെയിലത്ത് വന്നിട്ട് എനിക്ക് വീഡിയോസ് എടുത്ത് കൈയും കാലം പിടിച്ച് വീഡിയോസ് എടുത്ത് തരാണ്. അപ്പോൾ കിട്ടിയ ഗ്യാപ്പ് മുതലാക്കിയിട്ട് വീഡിയോസും ഫോട്ടോസ് എടുക്കുകയാണ്. ഇനി ഒരു ഡ്രസ്സും കൂടി ഉള്ളൂ കേട്ടോ, അതുകൂടി മാറ്റി വരട്ടെ. ഇതും അതിൻ്റെ തന്നെ സെയിം പാറ്റേൺ ആണ്. കളറും ഡിസൈനും മാത്രം വ്യത്യാസത്തിൽ. അങ്ങനെ ഒരേ പാറ്റേണിലുള്ള 3 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് കേട്ടോ ഈ ഡ്രസ്സുകളുള്ളത്. ഇതിൻ്റെ ഫോട്ടോയും ഇതോടെ കൊടുക്കാം. അതായിരിക്കും മത്തക്കൂട്ടൻ പാവം അമ്മച്ചിക്കുള്ള മത്തക്കൂട്ടാനും ക്യാബേജ് തോരണ ഒന്നുണ്ട്. ഞങ്ങൾക്ക് നല്ല ബിരിയാണിയാണ് കേട്ടോ, ചിക്കൻ ബിരിയാണി. ശരി, മത്തക്കൂട്ടാൻ കണ്ടാൻ പറ്റില്ല. ഇത് ഇവിടുത്തെ തെറാപ്പിസ്റ്റ് കുട്ടീൻ്റെ കേട്ടോ, ഇർഫു എന്ന് പറയും. സ്പെഷ്യൽ ആയിട്ട് അവളെ വീട്ടിലേക്ക് പോയി ലീവ് വീട്ടിലുണ്ടാക്കി അച്ചാർ കൊടുക്കണം. മാങ്ങച്ചാറല്ല ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഓനവിടെ ജീരക സോഡ ഫ്രൂട്ട്സ് കൊടുക്കണല്ലേ. ഇപ്പൊ അന്ന് സബ്സ്ക്രൈബർ കൂട്ടുകാരി കൊടുക്കുന്നതാണ് കേട്ടോ. ഒന്ന് തുറന്നു നോക്കിയിട്ടോ. ഒരു സങ്കടം വരുമ്പോഴൊക്കെ നമ്മുടെ വീഡിയോ കാണുമ്പോഴും അപ്പൊ സങ്കടം എന്താ സങ്കടം സങ്കടം കേട്ടോക്കുമ്പോ ഞങ്ങൾക്കും സങ്കടമായി. പിന്നെ ഇപ്പൊ നമുക്കൊന്നും പറയാനൊന്നും വയ്ക്കൂലല്ലോ അല്ലേ. ഞാനും ആണെന്നുണ്ടായി. പിന്നെന്താ പറയാ, കുപ്പായ രസമുണ്ട്. കുഞ്ഞുടുപ്പൊക്കെ കോട്ടൊക്കെ ഉണ്ട്. കോട്ടൊക്കെയുള്ള ഉടുപ്പൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്.
രസമുണ്ട്, നല്ല കളർ. ബറാത്തിന് സ്പെഷ്യലാണ് ചക്കരച്ചോറ്. നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ അത്? കുറച്ച് മധുരമുള്ള പാകത്തിന് മധുരമുള്ളൂ അത്. പിന്നെ ആദ്യത്തെ പരത്ത ആദ്യത്തെ പരത്താണല്ലേ ബുദ്ധി വെള്ളത്തിനൊക്കെ പിന്നെ കൊടുത്തത്. ഓനെ തന്നെ നോക്കി മറ്റേ കൊണ്ടടക്കാൻ സഹായിക്കണം. അതെ, എന്നെയും കൂടി. പിന്നെ എല്ലാ ആഴ്ചയും അവര് വെയിറ്റും, അതായത് ഇത്താന്റെ മോളുടെ ഒക്കെ വെയിറ്റും അതുപോലെ പ്രഷറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും കേട്ടോ. അതിന്റെ ടൈം ആയിരുന്നു. ഓർമ്മല്ലേ ഇമ്മച്ചി എന്തൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടോ പറഞ്ഞിരുന്നു, ഒന്നും ഓർമ്മയില്ല. അതാണ് ഇങ്ങനെ അറിയാത്ത പോലെ നിൽക്കുന്നത്. ഉമ്മച്ചിന്റെ ചെടികൾ അത്ര ഞങ്ങളൊക്കെ ഇടക്കിടക്ക് കാണുന്നുണ്ട്. ഉമ്മച്ചി അങ്ങോട്ട് വരും, ഒക്കെ നനച്ച് ഉഷാറാക്കി. ഒരാഴ്ച കൊണ്ട് ഞങ്ങള് നല്ല വെള്ളം ഒഴിപ്പിച്ചൊക്കെ ഒന്ന് തളർപ്പിക്കണം. അപ്പോഴേ കഴിഞ്ഞു ഇവിടുത്തെ ഈ ഉല്ലാസം കഴിഞ്ഞല്ലേ. ഞങ്ങൾ ലല്ലബി കാണാൻ വന്നപ്പോ പറഞ്ഞു എല്ലാ ശനി ഞായറൊക്കെ വരും ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ വരും എല്ലാ ശനി ഞായർ വന്നു. അപ്പോഴേ ഇത് ലാസ്റ്റത്തെ വിരുന്നാ. ഇനി അടുത്ത ശനി അടുത്ത ശനി ഞാൻ നമ്മൾ അങ്ങോട്ട് അവിടെ വരില്ല. ആ വിരുന്ന് കഴിഞ്ഞ് ഇനിയിപ്പോ ഈ ഒരു കൂടുതലില്ലല്ലോ, അതിന്റെ സങ്കടമില്ല. പക്ഷേ എന്നും പോകാറുണ്ട്, എന്നും പോണ പോലെ മറ്റത് നമുക്ക് 5 ദിവസം കഴിയുമ്പോൾ 5 ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത്. അങ്ങനെ ലല്ലബിന്റെ ഈ വിരുന്ന് കഴിഞ്ഞു. ഇങ്ങനെ ഒരു ഒത്തുകൂടലായിരുന്നു, അത് കഴിഞ്ഞു. ഇനിയൊക്കെ ബാക്ക് ടു നോർമൽ, പഴയ പോലെ എല്ലാവരും എല്ലാവർക്കും ലൈഫിൽ പോകാനായി സമയമായി. അപ്പൊ ഈ സമയം ഞങ്ങൾക്ക് ഒരുപാട് സമയം വൈകി കഴിഞ്ഞു. ഓക്കെ, ബൈ ബൈ. ഉമ്മച്ചിന്റെ സ്നേഹം അടുത്ത ആഴ്ചക്കുള്ള എല്ലാവരും എടുത്ത് പോകുന്നുണ്ട്. ഒരാഴ്ചക്കുള്ളെടുത്തോ? ഒരാഴ്ചക്കുള്ള എടുത്തോ നോക്കേട്ടോ. സങ്കടമില്ല, നീ വീട്ടിലേക്ക് വരുമല്ലോ. അത് ഇവിടുന്ന് ഈ ഒരു കൂടുതലും മന്തി മേടിക്കലും ഈ കുട്ടികൾക്ക് നമുക്ക് ഇതേമാതിരി എവിടെയെങ്കിലും ഒരു ഒത്തുകൂടുന്ന പരിപാടി ഉണ്ടെങ്കിൽ നമുക്ക് ആദ്യം ഒരു റെസ്റ്റോറന്റ് ബുക്ക് ചെയ്തോളാം. ഒരു മാസത്തിന് റെന്റിനൊക്കെ എടുക്കുക. അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പൈസ കൊടുക്കണ്ടല്ലോ. കളിക്കണേ.